കപ്പാസിറ്റർ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇൻ പാരലൽ കണക്ഷൻ മാക്സിമം കറണ്ട് വിൽ ഫ്ലോ ത്രൂ. അതായത് നമ്മുടെ അടുത്ത് 3 കപ്പാസിറ്ററുകൾ ഉണ്ടെന്ന് കരുതുക. 3 കപ്പാസിറ്ററുകളുണ്ട്. അതിൽ 3 റേഞ്ചുകളാണ്. കപ്പാസിറ്റർ C1, C2, C3 ഓരോന്നും ഓരോ റേഞ്ചുകൾ, വാല്യൂ കൂടിയത് കുറഞ്ഞത് അങ്ങനെ. അപ്പോൾ ഇത് ഒരു പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു കറണ്ട് ഇതിലൂടെ ഒഴുകി വരികയാണെങ്കിൽ ഈ കറണ്ട് ഈ 3 കപ്പാസിറ്ററിൽ ഏത് കപ്പാസിറ്ററിലൂടെ ആയിരിക്കും കൂടുതൽ കറണ്ട് കടന്നു പോകാം. കറണ്ട് ഇങ്ങനെ 3ലൂടെയും ഇങ്ങോട്ട് പാസ് ചെയ്ത് എല്ലാം കൂടി ചേർന്ന് ഇങ്ങോട്ട് ഒഴുകിപ്പോകും. അതിൽ ഏത് കപ്പാസിറ്ററിലേക്കും കൂടുതൽ കറണ്ട് ഒഴുകി പോകുക എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ മാക്സിമം കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിലൂടെ. ഏത് കപ്പാസിറ്ററിനാണോ കപ്പാസിറ്റൻസ് കൂടുതലുള്ളത് അതിലൂടെ ആയിരിക്കും അത് ഒഴുകി പോവുക. ഓക്കെ, അടുത്തത് നമുക്കൊരു കപ്പാസിറ്ററിൻ്റെ ക്വാളിറ്റി അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം എന്നുള്ളതാണ് ചോദ്യം. ക്വാളിറ്റി ഓഫ് കപ്പാസിറ്റർ. അതിൻ്റെ പവർ ഡിസിപ്പേഷൻ വെച്ചിട്ടാണ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ ക്വാളിറ്റി പറയുന്നത്. പവർ ഡിസിപ്പേഷൻ എന്താണ് ഒരു പവർ ഡിസിപ്പേഷൻ? നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്യുന്നൊരു ഡിവൈസാണ്. അപ്പോൾ എനർജി സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി അതിൽ നിന്നും വേസ്റ്റായി പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഡിവൈസ് ആയിരിക്കും. ആ സൂക്ഷിക്കാൻ കഴിയുന്ന ഡിവൈസിനെ ആണ് കുറച്ച് ക്വാളിറ്റി ഉള്ള ഡിവൈസ് എന്ന് പറയുന്നത്. വാട്ടർ ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുമ്പോൾ അത് ലീക്ക് ചെയ്ത് പോകാൻ പാടില്ല. ലീക്ക് ചെയ്ത് പോകുന്ന ടാങ്കാണെങ്കിൽ ടാങ്കിൻ്റെ ക്വാളിറ്റി ഇല്ല എന്ന് പറയും. അതേപോലെ തന്നെ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി ഏതെങ്കിലും വഴിക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ നഷ്ടപ്പെടുന്നതിൻ്റെ തോത് വെച്ചിട്ട് നമുക്ക് ആ കപ്പാസിറ്ററിൻ്റെ ക്വാളിറ്റി പറയാൻ പറ്റും. പവർ ഡിസിപ്പേഷൻ, വേസ്റ്റേജ് ആയി പോകുന്നത്. ഒരു പെർഫെക്റ്റ് കപ്പാസിറ്റർ, ഐഡിയൽ കപ്പാസിറ്ററിൽ ഒരിക്കലും അതിൻ്റെ എനർജി ഡിസിപ്പേറ്റ് ആയി പോവില്ല. ഒരു വഴിക്കും അത് ഡിസിപ്പേറ്റ് ആയി പോവില്ല. എന്നാൽ നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഏത് കപ്പാസിറ്റർ ആണെങ്കിലും അതിലെല്ലാത്തിലും ചെറിയൊരളവ് എനർജി വേസ്റ്റ് ആവും. ആ എനർജി വേസ്റ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്വാളിറ്റി കപ്പാസിറ്ററിൻ്റെ ക്വാളിറ്റി പറയാം. അത് മറ്റൊരു സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടേമാണ് പെർമിറ്റിവിറ്റി. ഓക്കെ, ടേം എന്താണെന്ന് നമുക്ക് പറയാം. ഈ പെർമിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്താൽ കപ്പാസിറ്ററിൽ ഉപയോഗിച്ചിരുന്ന ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? കൂടുകയോ കുറയോ? അതാണ് ചോദ്യം. നമുക്കറിയാം ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കണമെങ്കിൽ 2 പ്ലേറ്റുകൾ വേണം. ഇത് കപ്പാസിറ്ററിൻ്റെ ടെർമിനലാണ്, ഇത് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റാണ്. ഇതിൻ്റെ ഇടയിൽ ഉപയോഗിച്ചിരിക്കുന്ന കറണ്ട് കടത്തിവിടാത്തൊരു മീഡിയമാണ് എന്ത്? ഡൈ ഇലക്ട്രിക് മീഡിയം. ഈ ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പെർമിറ്റിവിറ്റി. ഈ പെർമിറ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടുമോ കുറയോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോവാം. കപ്പാസിറ്ററിലെ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ്. കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കപ്പാസിറ്ററിൻ്റെ ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള ആ ഒരു മീഡിയം, അതായത് ഡൈഇലക്ട്രിക് മീഡിയം, ഇത് സെറാമിക് ആവാം, അതേപോലെ തന്നെ മൈക്ക ആവാം, പിന്നെ പേപ്പർ ആവാം. അപ്പോൾ ഈ ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ പേരിനനുസരിച്ച് ആ കപ്പാസിറ്ററിൻ്റെ പേര് പറയുന്നത് തന്നെ ഈ ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ പേര് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ 2 പ്ലേറ്റിനിടയിൽ വെക്കുന്ന ഈ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ ഈ പെർമിറ്റിവിറ്റി മാറും. പെർമിറ്റിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചോദ്യത്തിൽ പറയുന്ന ഈ പെർമിറ്റിവിറ്റി ആ കപ്പാസിറ്റർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിനനുസരിച്ച് മാറും. അപ്പോൾ ഈ പെർമിറ്റിവിറ്റി കൂടുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് കൂടും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഊർജം സംഭരിച്ച് വെക്കാനുള്ള കഴിവിനെയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡിൽ കേട്ടോ, കറണ്ട് കടത്തിവിടാത്ത സെറാമിക് പോലത്തെ, പേപ്പർ പോലത്തെ, ശുദ്ധമായ വെള്ളം പോലത്തെ, സാധാരണ വെള്ളമല്ല, ശുദ്ധമായ വെള്ളം കറണ്ടിനെ കടത്തിവിട്ടില്ല. ശുദ്ധമായ വെള്ളം, ഈ സാധാരണ എയർ ഇല്ലേ, അന്തരീക്ഷത്തിലെ എയർ, ഇതിനൊക്കെ ഇലക്ട്രിക്കൽ എനർജീനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൻ്റെ കഴിവിനെ നമ്മൾ പെർമിറ്റിവിറ്റി എന്ന ഇലക്ട്രിക്കൽ ടേമിൽ പറയും. ഈ പെർമിറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് എനർജി സ്റ്റോർ ചെയ്യാനുള്ള ശേഷിയും വർദ്ധിക്കും. അടുത്തത് 2 പ്ലേറ്റുകൾക്കിടയിലെ ഒരു ഡൈഇലക്ട്രിക് മീഡിയമാണ് കപ്പാസിറ്റർ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ 2 പ്ലേറ്റുകൾക്കിടയിലെ കപ്പാസിറ്റർ C1ൻ്റെ അകലം കുറവും C2ൻ്റെ അകലം വളരെ കൂടുതലാണെന്ന് കരുതും. ഈ 2 പ്ലേറ്റുകൾക്കിടയിലെ അകലം,
ഈ അകലം കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ കപ്പാസിറ്റൻസ് കുറയുക ചെയ്യും. ഈ പ്ലേറ്റുകൾ, രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഈ ഒരു അകലം കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസും കുറയുകയാണ്. കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള ഈ പ്ലേറ്റുകൾക്കിടയിലെ ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ തീവ്രത കുറഞ്ഞു പോവാണ്. ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം കൂടുന്തോറും കപ്പാസിറ്റൻസ് കുറയുകയാണ് ചെയ്യുക. ഇപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതുവരെയുള്ള സ്ലൈഡിൽ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിൻ്റെ പെർമിറ്റിവിറ്റിനനുസരിച്ച് കപ്പാസിറ്റൻസിന് വ്യത്യാസം വരും. അടുത്ത പഠിച്ചത് ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൽ വ്യത്യാസം വരും. അടുത്ത ടോപ്പിക്ക്, സർഫസ് ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഇൻക്രീസസ് കപ്പാസിറ്റൻസ് വിൽ. മൂന്നാമത്തെ കാര്യമാണ്. നമ്മൾ പെർമിറ്റിവിറ്റിനെ പറ്റി പറഞ്ഞു, രണ്ടാമത് ഇത് തമ്മിലുള്ള അകലത്തെ പറ്റി പറഞ്ഞു, രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലത്തിനെ പറ്റി പറഞ്ഞു, മൂന്നാമത് ഈ പ്ലേറ്റിൻ്റെ ഏരിയ വലുപ്പത്തിനനുസരിച്ചുള്ള കാര്യമാണ് ചോദ്യം. സർഫസ് ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഇൻക്രീസസ് കപ്പാസിറ്റൻസ് വിൽ. ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഏരിയ കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? കൂടുമോ കുറയോ എന്നാണ് ചോദ്യം. അതിന് ആൻസർ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും, കൂടും. പ്ലേറ്റിൻ്റെ വലുപ്പം കൂടും തോറും ഇലക്ട്രോണുകൾക്ക് അവിടെ ഒത്തുചേരാനും അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കൂടുതൽ കിട്ടുകയാണ്. കൂടുതൽ ഇലക്ട്രോണുകൾക്ക് അവിടെ വന്ന് നിൽക്കാനുള്ള സ്ഥലം കൂടുതൽ കിട്ടുന്നു പ്ലേറ്റിൻ്റെ ഏരിയ കൂടുന്നതനുസരിച്ച്. അതനുസരിച്ച് കപ്പാസിറ്ററിന് ആ ചാർജ് ശേഖരിക്കാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യും? കൂടും. അടുത്തൊരു ചോദ്യം, കപ്പാസിറ്റർ ഈസ് എ ഡാഷ് എലമെൻറ്റ്. അതായത് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നമ്മൾ രണ്ട് രീതിയിലാണ് എലമെൻറ്റുകൾ തരംതിരിച്ചിരിക്കുന്നത്, പ്രധാന ക്ലാസിഫിക്കേഷൻ. ഒന്ന് ആക്റ്റീവ് എലമെൻറ്റും ഒന്ന് പാസീവ് എലമെൻറ്റും. ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. കപ്പാസിറ്റർ ഈസ് എ ഡാഷ് എലമെൻറ്റ്. അതായത് ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു പാസീവ് എലമെൻ്റാണ്. ഒരു സർക്യൂട്ടിലേക്ക് എനർജി നൽകാനും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാനും കഴിയുന്ന കമ്പോണൻ്റാണ് ആക്റ്റീവ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയാൻ ട്രാൻസിസ്റ്ററുകൾ എന്നൊക്കെ പറയാം. അതിന് നമുക്ക് കറണ്ടിൻ്റെ ഒഴുക്കിനെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ആ എനർജിനെ സ്റ്റോർ ചെയ്യുന്ന ഉപകരണം, അല്ലാണ്ട് എനർജി നൽകുന്ന ഉപകരണം. എനർജി സ്റ്റോർ ചെയ്യുന്ന ആ തന്ന എനർജീനെ ആംപ്ലിഫൈ ചെയ്യാനോ സിഗ്നൽ പ്രോസസ്സ് ചെയ്യാനോ ഒന്നും ശേഷിയില്ലാത്ത ഒരു ഉപകരണമാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ഒരു പാസീവ് എലമെൻ്റാണ്, ആക്റ്റീവ് എലമെൻ്റ് അല്ല. ഇൻ കപ്പാസിറ്റർ എനർജി സ്റ്റോർഡ് എവിടെയാണ് ഒരു കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൈഇലക്ട്രിക് മീഡിയം ആണ് രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഉണ്ടാവുക. അവിടെ ഉണ്ടാവുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡിലാണ് കപ്പാസിറ്ററിൽ ഊർജ്ജം സംഭരിച്ചു വെക്കുന്നത്. ഡൈഇലക്ട്രിക് മീഡിയം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ശേഖരിച്ച് വെക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിലാണ് കപ്പാസിറ്ററിൽ. പവർ ഡിസിപ്പേഷൻ ഇൻ എ പ്യുവർ കപ്പാസിറ്റർ. ഒരു പെർഫെക്റ്റ് കപ്പാസിറ്റർ അത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നേരത്തെ പറഞ്ഞു. ഞാൻ ഒരു ഐഡിയൽ കപ്പാസിറ്ററിനെ പറ്റി ചോദിക്കുന്നത്. അതിൽ പവർ ഡിസിപ്പേഷൻ്റെ അവസ്ഥ എന്താണ്? അത് 0 ആയിരിക്കും. കാരണം ഐഡിയൽ കപ്പാസിറ്ററിൽ നമ്മൾ ശേഖരിച്ച അല്ലെങ്കിൽ കൊടുത്ത എനർജി, നമ്മൾ ബാറ്ററി വഴി ചാർജ് ചെയ്ത എനർജി അതിൽ തന്നെ നിൽക്കും. ഒരു പോയിന്റ് പോലും അതിൻ്റെ എനർജി എന്ത് ചെയ്യില്ല, കുറയില്ല. എത്രയാണോ സ്റ്റോർ ചെയ്ത് അത് അങ്ങനെ തന്നെ നിൽക്കും. ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ യാതൊന്നും അവിടെ ഇല്ല. ഇൻറ്റേർണൽ ഹീറ്റിംഗ് ഇൻ എ കപ്പാസിറ്റർ. ഇൻറ്റേർണൽ ഹീറ്റിംഗ്, ഒരു കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ ഹീറ്റിങ്ങിന് കാരണം എന്താണ്? 3 കാരണങ്ങളാണ് കേട്ടോ. പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണിത്. ലീക്കേജ് കറണ്ട്, ഇക്വലൻ്റ് സീരീസ് റെസിസ്റ്റൻസ് ESR. ഈ ഒരു ഷോർട്ട് ഫോം പല സ്ഥലത്തും കാണും. ഇക്വലൻ്റ് സീരീസ് റെസിസ്റ്റൻസ്, ഡൈഇലക്ട്രിക് ലോസസ്. കപ്പാസിറ്റർ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? 2 പ്ലേറ്റുകൾ ഇങ്ങനെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഡൈഇലക്ട്രിക് മീഡിയം. അപ്പോൾ നമ്മുടെ ഈ പ്ലേറ്റുകൾ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ടെർമിനൽ പോയിന്റ് ഉണ്ടല്ലോ, പ്ലേറ്റിനെ പുറത്തെ ടെർമിനലിലേക്ക് ജോയിൻ ചെയ്യുന്ന പോയിന്റ്, അവിടെ ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് കാരണം ഹീറ്റിംഗ് ഉണ്ടാവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടല്ലോ, ഈ ഡൈഇലക്ട്രിക് മീഡിയം എന്തൊക്കെ പറഞ്ഞാലും അത്ര 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. അതിൽ ചെറിയൊരു എമൗണ്ട് കറണ്ട് ലീക്കേജ് വന്നുകൊണ്ടേയിരിക്കും. സാധാരണഗതിയിൽ ഈ ഡൈഇലക്ട്രിക് മീഡിയം, അതായത് ശുദ്ധമായ വെള്ളം, എയർ, പിന്നെ മൈക്ക, സെറാമിക് എന്ന് പറയുന്ന ഈ സാധനങ്ങൾ കറണ്ടിനെ കടത്തി വിടാത്ത ഇൻസുലേറ്റർ ആണെന്നാണ് നമ്മൾ പൊതുവെ പറയുന്നതെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു ലീക്കേജ് കറണ്ട് ഉണ്ടാവും. കുറച്ച് കറണ്ട് ലീക്കേജ് ആയി പോകും. അപ്പോൾ ആ ലീക്കേജ് കറണ്ട് അവിടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അത് കാരണം ഒരു ഹീറ്റിംഗ് ഉണ്ടാവും. പിന്നെ ടെർമിനലിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ടെർമിനലിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അവിടെ ഒരു ഹീറ്റിംഗ് ഉണ്ടാവും. ഈ പറഞ്ഞ
ഇക്വലൻ്റ് സീരീസ് റെസിസ്റ്റൻസ് ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിലും പിന്നെ ഈ ടെർമിനലിലും ഈ പ്ലേറ്റിനും ഒക്കെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, ചെറിയ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഒരു ലീക്കേജ് ആണ് ഈ പറഞ്ഞ ഇക്വലൻ്റ് സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ഉണ്ടാകുന്ന ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ഉണ്ടാകുന്ന ചെറിയ ലീക്കേജാണ് നമ്മൾ ഈ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അടുത്തത് റേഡിയോ ഗ്യാങ് കപ്പാസിറ്റർ ഈസ് എ. റേഡിയോ ഗ്യാങ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ഇതിൽ നമ്മൾ റേഡിയോയിൽ സ്റ്റേഷൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കപ്പാസിറ്റർ. സാധാരണ പഴയ റേഡിയോയിലൊക്കെ ഒരു നോബ് കുറിച്ച് തിരിക്കും. ഇപ്പോൾ ഈ തിരിക്കുന്നത് ആക്ച്വലി ഒരു കപ്പാസിറ്ററിനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ശരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ റേഡിയോ ഗ്യാങ് കപ്പാസിറ്ററിനെ പറ്റിയാണ് ഈ ചോദ്യം. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എയർ കപ്പാസിറ്റർ. കാരണം ഇതൊരു വേരിയബിൾ കപ്പാസിറ്ററാണ്. കാരണം ഇതിൻ്റെ നോബ് തിരിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കപ്പാസിറ്റൻസ് വേരി ചെയ്യും. സാധാരണ രീതിയിൽ നമ്മളൊരു മൈക്ക കപ്പാസിറ്ററോ സെറാമിക് കപ്പാസിറ്ററോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്ലേറ്റിൻ്റെ വാല്യൂ മാറുന്നില്ല. ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ ലെവൽ തന്നെയാണ് അതിൻ്റെ പ്ലേറ്റ് ഉണ്ടാവുക. വലിപ്പം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനിടയിൽ ഉപയോഗിക്കുന്ന ഡൈഇലക്ട്രിക് മീഡിയം മൈക്ക ആണെങ്കിലും സെറാമിക് ആണെങ്കിലും അതിൻ്റെ അളവിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം അത് കൂടുന്നു കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മൈക്ക സെറാമിക് തുടങ്ങിയ കപ്പാസിറ്റർ എല്ലാം തന്നെ ഒരു ഫിക്സഡ് കപ്പാസിറ്റർ ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് എയർ കപ്പാസിറ്ററിനെ പറ്റിയാണ്. അതിൻ്റെ നോബ് തിരിക്കുന്നതിനനുസരിച്ച് ഈ പ്ലേറ്റിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പല്ല, പ്ലേറ്റിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പ്ലേറ്റിൻ്റെ ഏരിയയാണ് ആക്ച്വലി അവിടെ അഡ്ജസ്റ്റ് ആവുന്നത്. ഇടയ്ക്ക് ഒരു എയർ ഉണ്ടാവും. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ എയർ ആയിരിക്കും ഉണ്ടാവുക, സാധാരണ അന്തരീക്ഷ വായുവിനെ. പിന്നെ ഇത് തിരിക്കുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസിൽ വ്യത്യാസം വരും. അങ്ങനെ നമുക്ക് വേരിയബിൾ ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ വേരിയബിൾ കപ്പാസിറ്ററിൻ്റെ ആപ്ലിക്കേഷനാണ് നേരത്തെ പറഞ്ഞ റേഡിയോയിൽ സ്റ്റേഷൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി റേഡിയോ ഗ്യാങ് കപ്പാസിറ്റർ എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡൈഇലക്ട്രിക് മീഡിയം എയർ ആയതുകൊണ്ടാണ്, ഇതിനിടയ്ക്ക് വന്നിരിക്കുന്ന ഡൈഇലക്ട്രിക് മീഡിയം എയർ ആയതുകൊണ്ടാണ് അതിന് എയർ കപ്പാസിറ്റർ എന്ന പേര് വന്നത്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ ഇലക്ട്രോലൈറ്റാണ് ഇത് ഡൈഇലക്ട്രിക് മീഡിയം വരുന്നത്. മൈക്ക കപ്പാസിറ്റർ, പേപ്പർ കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിൻ്റെ പേര് പൊതുവെ അതിൻ്റെ ഡൈഇലക്ട്രിക്കിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രീതിയാണ് നമ്മുടെ സിസ്റ്റം ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ ഹാവിങ് ലോ ഇൻറ്റേർണൽ ലോസസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. ലോ ഇൻറ്റേർണൽ ലോസസ് ഉള്ള ഒരു കപ്പാസിറ്റർ നമുക്ക് എവിടെ ഉപയോഗിക്കാം? അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ നിന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ESR എന്നൊരു ഷോർട്ട് ഫോം നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞായിരുന്നല്ലോ. ഈ ESR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലൻ്റ് സീരീസ് റെസിസ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ കപ്പാസിറ്ററിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ് ജോയിൻ ചെയ്യുന്ന എവിടെയും ടെർമിനലിലും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കപ്പാസിറ്റർ പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് കാരണം ഒരു ഹീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇക്വലൻ്റ് സീരീസ്, ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്നതാണത് ഇക്വലൻ്റ് സീരീസ് റെസിസ്റ്റൻസ്. ലോ ഇൻറ്റേർണൽ ലോസസ് ഉള്ള ഒരു കപ്പാസിറ്ററിന് ഈ ഇക്വലൻ്റ് സീരീസ് റെസിസ്റ്റൻസ് പൊതുവെ കുറവായിരിക്കും. അതേപോലെ തന്നെ ഈ ലീക്കേജും ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഈ ലീക്കേജ് വരുന്നത്. ടെർമിനൽസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇക്വലൻ്റ് സീരീസ് റെസിസ്റ്റൻസ് വരുന്നത്. ഇത് എവിടെയാണ് ഉപയോഗിക്കുക എന്നാണ് ചോദ്യം. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ പ്രധാനപ്പെട്ട ടേമാണ് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. എന്താണ് ഈ ഹൈ ഫ്രീക്വൻസി എവിടെയാണ് ഈ ഹൈ ഫ്രീക്വൻസി വരുന്ന സ്ഥലം? കൂടുതലും ഈ റേഡിയോ ആപ്ലിക്കേഷൻ, റേഡിയോ സിഗ്നൽ ട്രാൻസ്മിഷൻ, ആ സ്ഥലത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലം വരുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ നമുക്ക് ഒരിക്കലും നമ്മുടെ മോട്ടറുകളൊക്കെ ഉപയോഗിക്കുന്ന സാധാ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ അല്ലേ, പേപ്പർ കപ്പാസിറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഒരു കാരണം വെച്ചാലും ഈ പറഞ്ഞ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻറ്റേർണൽ ലോസസ് വളരെ കൂടുതലാണ് അതിന്, ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന്. ഈ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന കപ്പാസിറ്ററിലാണ് ഇത് ഈ കാണുന്നത് മൊത്തം. സെറാമിക് കപ്പാസിറ്റർ, മൈക്ക കപ്പാസിറ്റർ, ടെൻഡാലം കപ്പാസിറ്റർ, ഇതൊക്കെ നമുക്ക് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. കാരണം അതിന്
ഇൻറ്റേർണൽ ലോസസ് വളരെ കുറവാണ്. ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ അപേക്ഷിച്ച് നമ്മുടെ മോട്ടോറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ അപേക്ഷിച്ച് സെറാമിക് കപ്പാസിറ്ററിനും മൈക്ക കപ്പാസിറ്ററിനും ടെൻഡാലം കപ്പാസിറ്ററിനൊക്കെ ഇൻറ്റേർണൽ ലോസസ് വളരെ കുറവാണ്. ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ ഈ ലോസസ് ഭയങ്കരമായ രീതിയിൽ കപ്പാസിറ്ററിനെ ചൂടാക്കും. അപ്പോൾ അത് വളരെ കുറഞ്ഞ കപ്പാസിറ്റർ ആണെങ്കിലേ ഈ ഉയർന്ന ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ കപ്പാസിറ്റർ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത എക്സാമ്പിൾസ് ഓഫ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കപ്പാസിറ്റർ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു റേഡിയോയിൽ ഉപയോഗിക്കുന്ന എയർ കപ്പാസിറ്ററിനെ പറ്റി. റേഡിയോയിൽ ഉപയോഗിക്കുന്ന എയർ കപ്പാസിറ്ററിൻ്റെ നോബ് തിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ആവും. എന്നാൽ ഒരു ഫിക്സഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേറ്റിൻ്റെ ഏരിയ ഫിക്സഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം ഫിക്സഡ് ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്ന ഡൈഇലക്ട്രിക് മീഡിയവും ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ ഒരിക്കൽ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ മാറ്റം വരില്ല. അപ്പോൾ ഈ ഫിക്സഡ് കപ്പാസിറ്റർ ഏതാണ്, വേരിയബിൾ കപ്പാസിറ്റർ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൽ മൈക്ക, സെറാമിക്, പേപ്പർ എന്നീ കപ്പാസിറ്ററിൽ ഫിക്സഡ് കപ്പാസിറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. എന്നാൽ എയർ കപ്പാസിറ്റർ അല്ലെങ്കിൽ ട്രിമ്മർ കപ്പാസിറ്റർ ഇതെല്ലാം കപ്പാസിറ്റൻസ് ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ അതിൻ്റെ ഒരു ലിമിറ്റഡ് വാല്യൂവിൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളതിനെ വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഇൻ വിച്ച് കപ്പാസിറ്റർ റോൾഡ് ഫോയിൽ യൂസ്ഡ്. ഓക്കെ, അപ്പോൾ റോൾഡ് ഫോയിൽ എന്താണ്? റോൾഡ് ഫോയിൽ അതായത് ഒരു ഫോയിൽ ഷീറ്റ്, അലുമിനിയം ഫോയിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് റോൾ ചെയ്ത രീതിയിൽ, ഒരു ഷീറ്റിനെ റോൾ ചെയ്തെടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കപ്പാസിറ്റർ. എന്തിനു വേണ്ടി ആയിരിക്കും ഇങ്ങനെ റോൾഡ് ഫോയിൽ രീതിയിൽ ഉണ്ടാക്കുന്നത് എന്നും ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ആ റോൾഡ് ഫോയിൽ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വലിപ്പം കുറയ്ക്കാൻ പറ്റും. കപ്പാസിറ്ററിൻ്റെ വലിപ്പം നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. കൂടുതൽ കപ്പാസിറ്റിയും കിട്ടും. കുറഞ്ഞ ഏരിയയിൽ വെച്ച് കൂടുതൽ കപ്പാസിറ്റി കിട്ടുന്ന രീതിയിലുള്ള കപ്പാസിറ്റർസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് റോൾഡ് ഫോയിൽ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഏത് കപ്പാസിറ്ററിലാണ് എന്നാണ് ചോദ്യം. ഇൻ വിച്ച് കപ്പാസിറ്റർ റോൾഡ് ഫോയിൽ യൂസ്ഡ്? ആൻസർ പേപ്പർ കപ്പാസിറ്ററാണ്. പേപ്പറിൻ്റെ ഷേപ്പ് പേപ്പറാണ് ഇതിൽ ഡയലക്ട്രിക് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പേപ്പർ കപ്പാസിറ്ററാണ് കൂടുതൽ നമ്മൾ മോട്ടർ ഒക്കെ ഇൻഡക്ഷൻ മോട്ടറിലൊക്കെ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ. അപ്പോൾ അതിന് കൂടുതൽ കപ്പാസിറ്റൻസ് വേണം. 1 HP ഒക്കെ മോട്ടറിന് 36 മൈക്രോ ഫാരഡ് മുതൽ, വെള്ളത്തിനടിയിലിരുന്ന മോട്ടറിന് 36 മൈക്രോ ഫാരഡ് മുതൽ 50 മൈക്രോ ഫാരഡ് വരെയൊക്കെ ഉള്ള റേഞ്ചിലാണ് കപ്പാസിറ്റൻസ് വേണ്ടത്. അപ്പോൾ കപ്പാസിറ്റൻസ് കൂടുതൽ വേണം, എന്നാൽ കുറഞ്ഞ ഏരിയ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ റോൾഡ് ഫോയിൽ ഉപയോഗിച്ചിരുന്നത്. 2 വലിയ മെറ്റൽ പ്ലേറ്റുകൾ നമ്മൾ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം അതിന് പോകും. സാധാരണ കപ്പാസിറ്റർ ഉണ്ടാക്കുന്ന 2 പ്ലേറ്റ് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലം പോകും. അതേസമയം ഒരു റോൾ ചെയ്യുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പേപ്പർ കപ്പാസിറ്റർ പൊട്ടിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിലിങ്ങനെ ഫോയിൽ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുന്ന മനസ്സിലാവും, അങ്ങനെ പൊളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, സിലിണ്ടർ രൂപത്തിലേക്ക് അതിനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. ലീസ്റ്റ് ഡയലക്ട്രിക് മീഡിയം. കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന മീഡിയമാണ് ഡയലക്ട്രിക് മീഡിയം എന്ന് പറഞ്ഞു. കറണ്ട് കടത്തി വിടാത്തൊരു മെറ്റീരിയലാണിത്. ഈ മെറ്റീരിയലിൽ കുറേ മെറ്റീരിയൽ ഉദാഹരണം കൂടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മോശം അല്ലെങ്കിൽ ലീസ്റ്റ് ഡയലക്ട്രിക് മീഡിയം ഏതാണ് ചോദ്യം. അത് എയർ ആണ് ഇതിൻ്റെ ഏറ്റവും മോശം ഡയലക്ട്രിക് മീഡിയം. ഈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണ് ഇവിടെ പറയുന്നത്. ഡയലക്ട്രിക് സ്ട്രെങ്ത്, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ ഡയലക്ട്രിക് സ്ട്രെങ്ത് ജസ്റ്റ് വെറുതെ ഒരു എക്സാമ്പിൾ തന്നുള്ളൂ. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഡയലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. ഈ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 1 മില്ലിമീറ്റർ വായുവിന് എത്ര വോൾട്ടേജ് താങ്ങാൻ പറ്റും എന്നുള്ളതാണ്. 1 മില്ലിമീറ്റർ കനമുള്ള വായുവിന് 3 കിലോ വോൾട്ട് വരെ താങ്ങാൻ പറ്റും. 3100 വോൾട്ട് ഒഴുകുന്ന ഒരു കമ്പീൻ്റെ തൊട്ടടുത്ത് 1 മില്ലിമീറ്റർ താഴെ അടുത്ത് നമ്മൾ കൈ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ എയറിലൂടെ നമുക്ക് ഷോക്ക് അടിക്കും എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പേപ്പർ ആകുമ്പോൾ ഒരു ഇച്ചിരി കൂടെ കൂടും, സെറാമിക് ആകുമ്പോൾ ഒരു അല്പം കൂടെ കൂടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഇത് ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണ്, ശ്രദ്ധിക്കണം. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ല. ഇത് രണ്ടും രണ്ടാണ്. അടുത്തത് ബെസ്റ്റ് പ്ലേസ് ടു ഇൻസ്റ്റാൾ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം അക്രോസ് ദ ഇൻഡക്റ്റീവ് ലോഡ്. എന്താണ് കാരണം? ഒന്നാമത്തെ കാരണം പവർ ഫാക്ടർ മെച്ചപ്പെടും.
ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഇൻഡസ്ട്രിയൽ ലെവൽ വയറിംഗ് ചെയ്യുന്ന എല്ലായിടത്തും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ മോട്ടറിൻ്റെ HP അനുസരിച്ച് ഒരു പവർ കപ്പാസിറ്റർ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കണം, നിർബന്ധമാണത്. എന്നാലേ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റീവ് ലോഡാണ്. ഈ ഇൻഡക്റ്റീവ് ലോഡിലേക്ക് ഒരു കപ്പാസിറ്റർ പാരലായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മൊത്തം സിസ്റ്റത്തിൻ്റെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആകുന്നു. ഒന്നാമത്തെ പോയിന്റ്. അടുത്തത് ട്രാൻസ്ഫോമർ ഫോളോ ചെയ്തു വരുന്ന റെക്ടിഫയർ സർക്യൂട്ടുകളിൽ നമ്മൾ AC DC ആക്കേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഒരിടയ്ക്ക് എല്ലാ ടേപ്പ് റെക്കോർഡുകളിലും TV-യിലും ഒക്കെ ട്രാൻസ്ഫോമറിന് ശേഷം റെക്ടിഫയർ വെച്ചിട്ട് DC ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആ ഉപകരണം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ AC കറണ്ടിനെ DC ആക്കി മാറ്റുമ്പോൾ അതിലുണ്ടാകുന്ന റിപ്പിൾസ്, ഈ റിപ്പിൾസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി LC ഫിൽട്ടർ, ഇൻഡക്ടർ കപ്പാസിറ്റർ, ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും ചേർത്ത് വെച്ചുണ്ടാക്കുന്ന ഫിൽട്ടറാണത്. അപ്പോൾ ഇവിടെയും ഒരു കപ്പാസിറ്റർ ഒരു കപ്പാസിറ്റർ വെക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഉള്ള പ്ലേസ് ഒരു ഇൻഡക്ടറിനൊപ്പമാണ്. ഇത് രണ്ട് ചേരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് സപ്ലൈനെ AC-നെ DC ആക്കുന്ന സപ്ലൈയിൽ ഫിൽട്ടർ ആയിട്ട് പ്രവർത്തിച്ച് നല്ല DC നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനങ്ങളെ തടയാൻ പറ്റും ഒരു കപ്പാസിറ്ററിന്. ഇൻഡക്ടറിൻ്റെ പ്രത്യേകത വെച്ചാൽ കറണ്ടിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ തടയുന്നതാണ് ഇൻഡക്ടർ. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണത്. കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത വോൾട്ടേജിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തടയും. രണ്ട് രീതിയിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ, ഒരുമിച്ച് ചേരുമ്പോൾ എന്ത് ചെയ്യും? നല്ല പ്യുവർ DC ഔട്ട്പുട്ട് നമുക്ക് ആ സർക്യൂട്ടിൽ നിന്ന് കിട്ടും. ഇൻഡക്ടർ കറണ്ടിനുള്ള വ്യതിയാനങ്ങളെ പെട്ടെന്ന് തടയും, കപ്പാസിറ്റർ വോൾട്ടേജിലുള്ള മാറ്റങ്ങളെ പെട്ടെന്ന് തടയും. അപ്പോൾ ഒരു പവർ ഫാക്ടർ മെച്ചപ്പെടുന്നുള്ള ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് ഫിൽട്ടർ സർക്യൂട്ടിലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ് ഇൻഡക്ടറും കപ്പാസിറ്ററും ചേർത്ത് പ്രവർത്തിപ്പിക്കുന്നത്. അടുത്തത് ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ മാത്രം കടത്തി വിടുകയോ തടയുകയോ ചെയ്യും. അവിടെയും സിഗ്നൽ പ്രോസസ്സിംഗ് സർക്യൂട്ടുകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട റോള് ഈ രണ്ട് ഉപകരണങ്ങളും ചേർത്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. റേഡിയോകളിലൊക്കെ പ്രത്യേക സ്റ്റേഷൻ ട്യൂൺ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സൂട്ടബിൾ ഏരിയ എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റീവ് ലോഡിന് അക്രോസ് ആണ്. ഇൻവേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ്. ഒരു കപ്പാസിറ്ററിൻ്റെ ഇൻവേഴ്സ് എന്താണ്, ഓപ്പോസിറ്റ് എന്താണെന്നുള്ളത്, അതിൻ്റെ ആൻസർ ഇലാസ്റ്റൻസ് ആണ്. എന്താണ് ഇലാസ്റ്റൻസ്? ഒരു കപ്പാസിറ്ററിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് പറയാൻ കാരണം, നമ്മൾ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിനെ നമ്മൾ തലതിരിച്ച് പറയുന്നതാണ്. ഒരു കപ്പാസിറ്ററിലെ എനർജി സ്റ്റോർ ചെയ്യുന്ന കഴിവിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിനെ തലതിരിച്ച് പറയുന്നതാണ് എന്ത്? ഇലാസ്റ്റൻസ്, അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു സ്പ്രിങ്ങിലേക്ക് നമ്മൾ ബലം അമർത്തി കൊടുക്കുമ്പോൾ ആ സ്പ്രിങ്ങിൽ എനർജി സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ കപ്പാസിറ്ററിലേക്ക് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ആ എനർജി അതിൽ സ്റ്റോർ ചെയ്യും. നമ്മൾ ആ ബലം മാറ്റുമ്പോൾ സ്പ്രിങ് പഴയ പടിയിലേക്ക് തിരിച്ചു വരും, ആ എനർജി റിലീസ് ആവും എന്നർത്ഥം. അതേപോലെ തന്നെ നമ്മൾ ആ വോൾട്ടേജ് മാറ്റിയതിലേക്ക് ഒരു ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റോർ ചെയ്ത എനർജി തിരിച്ച് ആ ലോഡിലേക്ക് കടത്തി വിടും. ഇതുപോലെയാണ് കപ്പാസിറ്റർ. അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ഇതിന് പറയുന്ന സ്റ്റിഫ്നെസ് നമ്മൾ പറയുന്നത് ഇലാസ്റ്റികത, നമ്മൾ പറയുന്നത് ഇലാസ്റ്റൻസ് ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കപ്പാസിറ്റൻസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇലാസ്റ്റൻസ് ആയിട്ട് പറഞ്ഞത്. നമ്മളൊരു മെക്കാനിക്കൽ ഇതായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇലാസ്റ്റൻസിനെ നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാനുള്ള കാരണം. എൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ S ആണ്. ഫോർ ദ സെയിം സൈസ് ഓഫ് മൈക്ക ആൻഡ് സെറാമിക് കപ്പാസിറ്റർ നമ്മൾ കമ്പയർ ചെയ്യണേ. മൈക്കയെയും സെറാമിക്കിനെയാണ് കമ്പയർ ചെയ്യുന്നത്. വിച്ച് വൺ ഹാവ് മോർ കപ്പാസിറ്റൻസ്? മൈക്കയെ സെറാമിക് കമ്പയർ ചെയ്താൽ ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റൻസ് ഉണ്ടാവുക? അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സെയിം സൈസാന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്ലേറ്റ്, മൈക്കയാണെങ്കിലും സെറാമിക് ആണെങ്കിലും രണ്ടിൻ്റെയും പ്ലേറ്റും ഇതിൻ്റെ വലിപ്പം, പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം, ഇതെല്ലാം തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആകെ ഇവിടെ വരുന്ന വ്യത്യാസം, ഇവിടെ ഉപയോഗിക്കുന്ന ഡൈഇലക്ട്രിക് മീഡിയം ഒരു കപ്പാസിറ്ററിൽ മൈക്കയാണെങ്കിൽ മറ്റേ കപ്പാസിറ്ററിൽ സെറാമിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതിലായിരിക്കും കപ്പാസിറ്റൻസ് കൂടുതൽ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ വേരിയേഷൻ 3 ഘടകങ്ങളെ സ്വാധീനിക്കുന്നു. 1 പ്ലേറ്റിൻ്റെ വലിപ്പം, 2 പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം, 3 ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ പ്ലേറ്റ് ആണെങ്കിലും അകലമാണെങ്കിലും മാറ്റമില്ലാന്ന് മനസ്സിലായി. വ്യത്യാസം വരുന്നത് ഡൈഇലക്ട്രിക് മീഡിയത്തിന് മാറ്റം. അപ്പോൾ ഡൈഇലക്ട്രിക് മീഡിയം മൈക്കയും സെറാമിക്കും 2 മെറ്റീരിയൽ മാറിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിലാണ് വ്യത്യാസം സംഭവിക്കുന്നത്.
അപ്പോൾ ഇതിലേതിലാണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതൽ കുറവ് എന്നതിനെ ആശ്രയിച്ചാണ് ഒരേ സൈസുള്ള മൈക്കയും സെറാമിക്കും നമ്മൾ കൊണ്ടുവന്നാൽ അതിലേതിലാണ് കൂടുതൽ കപ്പാസിറ്റൻസ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആൻസറിലേക്ക് പോകാം. അതിൻ്റെ ആൻസർ സെറാമിക് ആണ്. സെറാമിക് കപ്പാസിറ്റർ, നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഇക്വേഷൻ ε0 εr a/d ആണ്. ഇതിൽ ഈ r എന്ന് പറഞ്ഞ r ആണ് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയി നമ്മൾ പറയുന്നത്. ഈ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റീരിയലിനെയാണ്. മൈക്കയ്ക്ക് ഒരു ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സെറാമിക്കിന് വേറെ ഒന്നാണ്. മൈക്കയുടെ സെറാമിക് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 0.30 to 0.6 വരെ മാത്രമാണ്, അത്രേ ഉള്ളൂ. പക്ഷേ സെറാമിക്കിൻ്റെ വ്യത്യാസമുണ്ട്, 100 മുതൽ 10,000 വരെ വരും. ആ വ്യത്യാസം വരുമ്പോൾ തന്നെ അറിയാലോ സെറാമിക്കിനായിരിക്കും കപ്പാസിറ്റൻസ് കൂടുക. സെറാമിക് മെറ്റീരിയൽക്ക് പ്രകൃതിയാ തന്നെ ഈ ഒരു പോളറൈസേഷൻ ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവേ അതിന് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റും ഡയലക്ട്രിക് സ്ട്രെങ്ത്തും രണ്ടാണ്. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിലാണ് പറയുന്നെങ്കിൽ 1 മില്ലിമീറ്റർ കനമുള്ള എയറിന് താങ്ങാൻ പറ്റുന്ന വോൾട്ടേജ് അത് 3 കിലോ വാട്ടാണ്. എന്നാൽ പേപ്പറിന് അത് 15 കിലോ വോൾട്ട് വരെ താങ്ങാൻ പറ്റും. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ കനമുള്ള ഒരു മെറ്റീരിയലിന് താങ്ങാൻ പറ്റുന്ന വോൾട്ടേജിനെ പറയുന്നതാണ് ഡയലക്ട്രിക് സ്ട്രെങ്ത്. ഇവിടുത്തെ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് മെറ്റീരിയലിനനുസരിച്ച് മാറും. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുന്തോറും ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കട്ടാൻ ക്ലിയർ ആയിട്ട് പറയാം, മൈക്കയുടെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വളരെ കുറവായതുകൊണ്ട് സെറാമിക് കപ്പാസിറ്ററിനാണ് മൈക്കേനെ അപേക്ഷിച്ച് സെറാമിക് കപ്പാസിറ്ററിനാണ് കൂടുതൽ കപ്പാസിറ്റൻസ് ലഭിക്കുക. സെയിം സൈസും സെയിം വലുപ്പവും സെയിം സൈസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെറാമിക്കിനാണ് കപ്പാസിറ്റൻസ് കൂടുതൽ. ബ്രിഡ്ജ് യൂസ്ഡ് ഫോർ കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ്. നമ്മൾ ബ്രിഡ്ജ് സർക്യൂട്ടുകൾ ഉപയോഗിച്ച് കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസ് ഒക്കെ അളക്കാൻ പറ്റും. കപ്പാസിറ്റൻസ് മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് ഏതാണെന്ന് ചോദ്യം. ഷെറിൻ ബ്രിഡ്ജാണ്. ഈ ഷെറിൻ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത വെച്ചാൽ ഉയർന്ന വോൾട്ടേജ് ഉള്ള സർക്യൂട്ടുകൾ ഒക്കെ കേബിൾ കപ്പാസിറ്റൻസ് ഒക്കെ കൃത്യമായിട്ട് മെഷർമെൻറ്റ് കിട്ടും. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ ഡിസിപ്പേഷൻ ഫാക്ടറാണ് നമ്മളിതിൽ ശരിക്കും കണ്ടുപിടിക്കുന്നത്. ശരിക്കും അതിൻ്റെ ഗുണനിലവാരം കപ്പാസിറ്ററിൻ്റെ ഗുണനിലവാരം നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഷെറിൻ ബ്രിഡ്ജ് വഴി നമുക്കിത് 3 രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഏത് ബ്രിഡ്ജ് ഉപയോഗിച്ച് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാം, ഈ ഷെറിൻ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് പൊതുവേ എവിടെയാണ്, ഏത് ആപ്ലിക്കേഷനിലാണ് ഷെറിൻ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്, പിന്നെ ഡിസിപ്പേഷൻ ഫാക്ടർ കൃത്യമായി അളക്കാൻ പറ്റുന്ന ഒരു മെഷറിങ് മെത്തേഡ് ഏതാണ്, ഒരു കപ്പാസിറ്ററിൻ്റെ ഗുണനിലവാരം നമുക്ക് ഏത് സർക്യൂട്ട് വഴി നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതൊന്ന് വരും. അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ ഇതൊന്ന് പഠിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നാണ് ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഏജിങ് പ്രോബ്ലം. ഉപയോഗിക്കും തോറും, അതായത് നമ്മളതിൻ്റെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഉള്ളിലെ ഇലക്ട്രോലൈറ്റിക് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞ സാധനം അത് ഉണങ്ങിപ്പോകും, ഡ്രൈ ആയിപ്പോകും കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ ഒരു പുതിയ കപ്പാസിറ്റർ വാങ്ങിയിട്ട് നമ്മളത് പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഈ റോൾഡ് ഫോയിൽഡാന്ന് പറഞ്ഞു പേപ്പർ കപ്പാസിറ്ററൊക്കെ, അത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പേസ്റ്റ് പോലൊരു മിശ്രിതം കാണുന്നത്. ഈ സാധനം ഉണങ്ങിപ്പോവും കാലപ്പഴക്കം ചെല്ലുന്തോറും. അങ്ങനെ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ പിന്നെ ചൂടായിട്ട് പിന്നെ ബൾജായിട്ട് ഈ കപ്പാസിറ്റർ നാശമായി പോകും. ഏജിങ് പ്രോബ്ലമാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രോബ്ലം. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത, നമ്മൾ നേരത്തെ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പഠിച്ചത്. ഇനി എന്താണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത? ഹൈ കപ്പാസിറ്റൻസ്, ലോ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഇത് രണ്ടും ഒരു പ്രത്യേകതയാണ്. ഈ കപ്പാസിറ്ററിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞ രീതിയിൽ വരുന്ന രീതി, നാനോമീറ്റർ അത്രയും കുറഞ്ഞ സൈസിലാണ് ഇത് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അത് ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ 2 പ്ലേറ്റുകൾ തമ്മിൽ അകലം വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ വലുപ്പമുള്ള കപ്പാസിറ്റർ അപേക്ഷിച്ച് ഇതിന് വളരെ കൂടുതൽ കപ്പാസിറ്റൻസ് കിട്ടുന്നു. ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ വലിയൊരു കുഴപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഏജിങ് ആണെങ്കിലും, ഏജിങ് ഒരു പ്രശ്നമാണെങ്കിൽ പോലും കുറഞ്ഞ
ഇതിൽ നമുക്ക് കൂടുതൽ ഈ കപ്പാസിറ്റൻസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇതിൽ ഈ കെമിക്കലുള്ള ഈ കെമിക്കൽ ഇതിലുള്ളതുകൊണ്ട്, ഇലക്ട്രോലൈറ്റിക് കെമിക്കൽസ് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് അതിലൂടെ വളരെ ചെറിയൊരു എമൗണ്ട് ലീക്കേജ് കറണ്ട് വരാൻ സാധ്യതയും ഈ കപ്പാസിറ്റൻസിൽ കൂടുതലാണ്. ലീക്കേജ് കറണ്ട്, ഈ ലീക്കേജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സ്ലൈഡിൽ പഠിച്ചു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇതിനൊരു ഗുണമുണ്ട്, ഹൈ കപ്പാസിറ്റൻസ് ഉണ്ട്. ലോ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടും ലീക്കേജ് കറണ്ട് കൂടുതലുള്ളതുകൊണ്ടും ഇത് നമുക്ക് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. നേരത്തെ 2-3 സ്ലൈഡ് മുമ്പ് സ്ലൈഡിൽ നമ്മൾ പഠിച്ചിരുന്നു. അത് മൈക്ക, സെറാമിക് ഒക്കെയാണ് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനൊരു ഗുണമുണ്ട്, ആ ഗുണമാണ് ഹൈ കപ്പാസിറ്റൻസ്. അതിന് കാരണമാണ് ഇതിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. നാനോമീറ്റർ സൈസ് ഗ്യാപ്പേ അതിന് വരുന്നുള്ളൂ. അടുത്തത് ഇൻ ട്യൂബ് സ്റ്റാർട്ടേഴ്സ് കപ്പാസിറ്റർ യൂസ്ഡ് ഫോർ. ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബ് ലൈറ്റ് ആട്ടോ, നമ്മുടെ പണ്ടത്തെ ട്യൂബ് ലൈറ്റ് ഇല്ലേ, ഈ ട്യൂബ് ലൈറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ട്യൂബ് ലൈറ്റിൻ്റെ പ്രത്യേക ഘടകങ്ങളാണ്. ഒന്ന് അതിൻ്റെ ട്യൂബ്, 2 അതിൻ്റെ ചോക്ക്, 3 അതിൻ്റെ സ്റ്റാർട്ടർ. ഈ സ്റ്റാർട്ടറിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ എന്തിനു വേണ്ടിയാണ് അതിൽ ഉപയോഗിക്കുന്നതാണ് ചോദ്യം. ട്യൂബ് സ്റ്റാർട്ടറിനുള്ളിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു ട്യൂബ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ട്യൂബ് ലൈറ്റിൻ്റെ സ്റ്റാർട്ടർ തുടർച്ചയായി ഓണോ ഓഫ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഈ ട്യൂബ് ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് ആരംഭിച്ചാലേ ഇവിടെ ട്യൂബ് ലൈറ്റിൻ്റെ ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റേ ഇലക്ട്രോഡിലേക്ക് ട്യൂബ് ലൈറ്റിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. അങ്ങനെ പാസ് ചെയ്താൽ മാത്രമേ അത് ആറ്റങ്ങളെ കൂട്ടിയിടിച്ച് ഫ്ലോറസെൻ്റ് ലൈറ്റ് ഉണ്ടായി അത് പുറത്തേക്ക് ദൃശ്യപ്രകാശമായിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രിക് ഡിസ്ചാർജ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആയിരക്കണക്കിന് വോൾട്ടേജ് ആദ്യം വേണം. അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്യൂബിൻ്റെ സ്റ്റാർട്ടർ ഉപയോഗിച്ച് തുടർച്ചയായി ഓണും ഓഫ് ആയിക്കൊണ്ടിരിക്കും, അതിവേഗം സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓണും ഓഫ് ആകുമ്പോൾ ഈ സ്റ്റാർട്ടറിൻ്റെ ഉള്ളിൽ ആർക്കിംഗ് ഉണ്ടാവും. ഈ ആർക്കിംഗ് തുടർച്ച ഹൈ ഫ്രീക്വൻസിയിലുള്ള പെട്ടെന്നാണ് ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഈ ആർക്കിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് വൈദ്യുതകാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അന്തരീക്ഷത്തിലേക്ക് അത് എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ അന്തരീക്ഷത്തിലൂടെ വരുന്ന സിഗ്നലുകളാണല്ലോ പൊതുവെ TV, റേഡിയോ എന്നുള്ള സിഗ്നലുകൾ. അപ്പോൾ ആ സിഗ്നലിനെ ഈ ട്യൂബിൻ്റെ സ്റ്റാർട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ത് ചെയ്യും, ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഈ റേഡിയോന്നുള്ളിൽ നിന്ന് നോർമൽ സൗണ്ട് വരുന്നതിന് പകരം നോയിസ് സൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ കപ്പാസിറ്റർ ഈ കാണുന്ന സ്പാർക്കിനെ സപ്രസ് ചെയ്യും. അതായത് നമ്മുടെ ഈ ട്യൂബിൻ്റെ സ്റ്റാർട്ടറിൻ്റെ ഉള്ളിൽ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ടാക്കി വെച്ചാൽ അതിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കൊടുക്കും. ഇതിനുള്ളിൽ തന്നെ ഈ സ്റ്റാർട്ടർ യൂണിറ്റിനുള്ളിൽ തന്നെ ഇത് രണ്ടും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഈ കപ്പാസിറ്റർ എന്താ വെച്ചാൽ ഈ ആർക്കിംഗ് കുറയ്ക്കും. ഈ ആർക്കിംഗ് ആണ് ഹൈ ഫ്രീക്വൻസിയിലുള്ള ആർക്കിംഗ് ആണ് വൈദ്യുതകാന്തിക തരംഗങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആർക്കിങ്ങിനെ കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റർബൻസ്, നോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായ വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഉണ്ടാവും, കുറയും. അപ്പോൾ ഈ ആർക്കിംഗ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ സ്വിച്ചിങ് ചെയ്യുന്ന ബൈമെറ്റാലിക് സ്ട്രിപ്പിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ കൊടുക്കും. അപ്പോൾ റേഡിയോ ഇൻ്റർഫിയറൻസ് കുറയ്ക്കാൻ ചോദ്യം ഇതാണ്, ഇൻ ട്യൂബ് സ്റ്റാർട്ടേഴ്സ് കപ്പാസിറ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്യൂബ് സ്റ്റാർട്ടർ പെട്ടെന്ന് സ്വിച്ച് ആവുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ അതിൽ ആർക്കുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈദ്യുതകാന്തിക തരംഗങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യും, അത് റേഡിയോ സിഗ്നലുകളാക്കും. അപ്പോൾ റെഡ്യൂസ് റേഡിയോ ഇൻ്റർഫിയറൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ ഒപ്പോസ് സഡൻ ചേഞ്ചസ് ഓഫ്, ഇത് നമ്മൾ 2-3 സ്ലൈഡുകൾക്കപ്പുറം നമ്മൾ പഠിച്ചിരുന്നു. സഡൻ ചേഞ്ചസ് ഓഫ് വോൾട്ടേജ് ആണോ സഡൻ ചേഞ്ചസ് ഓഫ് കറണ്ട് ആണോ എന്നാണ് ഇവിടെ ചോദ്യം ഉദ്ദേശിക്കുന്നത്. പെട്ടെന്നുള്ള വോൾട്ടേജിൻ്റെ ചേഞ്ച് ആണോ പെട്ടെന്നുള്ള കറണ്ടിൻ്റെ ചേഞ്ചസിനാണോ ഇത് തടയുന്നത് എന്നാണ് ചോദ്യം. നമ്മളൊരു വാട്ടർ ടാങ്ക് എടുക്കുകയാണെങ്കിൽ ആ ടാങ്കിൽ ഓൾറെഡി ഒരു വെള്ളം ഉണ്ടെന്ന് വെച്ചോ, ആ വെള്ളത്തിന് പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. സമയം എടുത്ത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുള്ളൂ. അതേപോലെ തന്നെ ആ വെള്ളം അതിലേക്ക് നിറയ്ക്കണമെങ്കിൽ പോലും ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് വെള്ളം അതിലേക്ക് നിറയ്ക്കാൻ പറ്റില്ല, സമയം എടുത്ത് അത് നിറയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് വോൾട്ടേജിൻ്റെ കാര്യം. ഒരു കപ്പാസിറ്ററിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇത്തിരി ടൈം എടുത്താണ് ഫുൾ ചാർജിലേക്ക് വരിക, ബാറ്ററി ചാർജ് ആവുന്ന പോലെ തന്നെ. അതേസമയം ഉള്ള വോൾട്ടേജ് നമ്മൾ എന്തെങ്കിലും ലോഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതും ഒരല്പം സമയം എടുത്തേ ഡിസ്ചാർജ് ആവുള്ളൂ. സഡൻ ചേഞ്ചസ് ഓഫ് വോൾട്ടേജ് കപ്പാസിറ്ററിൽ നടക്കില്ല. ആ സമയം ഒരു ടാങ്കിലേക്ക് നമ്മൾ ഒരു കപ്പാസിറ്ററിലേക്ക് നമ്മൾ കറണ്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എത്ര കറണ്ട് അതിന് നൽകാൻ പറ്റും അത്രയും കറണ്ടിന് അത് വേഗത്തിൽ അത് വലിച്ച് അബ്സോർബ് ചെയ്ത് ചാർജ് ആവും കപ്പാസിറ്റർ. സഡൻ ചേഞ്ചസ് ഓഫ് വോൾട്ടേജിനെയാണ് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നത്, ഒപ്പോസ് ചെയ്യുന്നത്.